56 ഇഞ്ച് നെഞ്ചളവുള്ള മോദി വീണ്ടും വീണ്ടും അമേരിക്കയുടെ മുന്നിൽ ഏത്തമിടുകയാണ്. ഇത്ര ദുർബലമായ ഒരു ഭരണം ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള, കരുത്തരായ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന, ലോകം മൊത്തം ആദരിച്ചിരുന്ന ഇന്ത്യ മോദി ഭരണത്തിന് കീഴിൽ എത്തിയിരിക്കുന്ന അവസ്ഥയോർത്ത് ചങ്ക് പൊട്ടണം. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയപ്പോൾ മുട്ടുവിറച്ച് അതേപടി സമ്മതിച്ചിരിക്കുകയാണ് മോദി. റഷ്യയിലെ പല എണ്ണ കമ്പനികൾക്കെതിരെയും അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം സാങ്ഷൻ ഏർപ്പെടുത്തി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ കമ്പനികളുമായിട്ടുള്ള എല്ലാ വ്യാപാരവും 56 ഇഞ്ച് മോദിയുടെ ഗവൺമെന്റ് നിർത്തിവെച്ചു. ഞാൻ ഓരോ വാർത്തയും നൽകുന്നത് വ്യക്തമായ തെളിവോടുകൂടിയാണ്, അല്ലാതെ വായിൽ വരുന്നത് വിളിച്ചു പറയുകയല്ല. വ്യക്തമായ തെളിവുകൾ കണ്ടാലും പക്ഷേ മന്ദബുദ്ധികൾ ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നതിന് ഒരു മടിയും ഇല്ലാത്തവരാണെന്ന് എനിക്ക് ഉറപ്പാണ്. അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സിൽ ജനുവരി 13 വന്ന ഈ വാർത്ത കണ്ടോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് US സാങ്ഷൻ ചെയ്ത എല്ലാ റഷ്യൻ കമ്പനികളും ടാങ്കേഴ്സുമായുള്ള വ്യാപാരം ഇന്ത്യ നിർത്തിവെച്ചു എന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് വക്താക്കൾ അറിയിച്ചു എന്ന്. അതിന്റെ ആദ്യ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ റിഫൈനറികൾ അമേരിക്ക സാങ്ഷൻ ചെയ്ത ഓയിൽ ടാങ്കേഴ്സും കമ്പനികളുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെച്ചു. അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ വ്യാപാരങ്ങൾ അവസാനിപ്പിക്കാനുള്ള സമയപരിധിയാണ് അമേരിക്ക നൽകിയത് എന്നതിനാൽ അടുത്ത 2 മാസത്തേക്ക് നിലവിൽ ധാരണയായിരിക്കുന്ന ട്രേഡിന് തടസ്സം ഉണ്ടാവില്ല എന്ന് ഗവൺമെന്റ് വക്താക്കൾ പറഞ്ഞു. ഈ കഴിഞ്ഞ 11-ാം തീയതി വെള്ളിയാഴ്ചയാണ് US ട്രഷറി റഷ്യയിലെ ചില ഓയിൽ കമ്പനികൾക്കെതിരെയും അവരുടെ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെയും സാങ്ഷൻ ഏർപ്പെടുത്തിയത്. യുക്രൈന് എതിരെയുള്ള യുദ്ധത്തിന് ഈ വരുമാനം ഉപയോഗിക്കാനുള്ള സ്രോതസ് അടയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതായത് മോദി ഫോൺ വിളിച്ച് നിർത്തിച്ച റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം. അതുപോലെ റഷ്യൻ ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 183 കപ്പലുകൾക്കെതിരെയും സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇതിന് മാർച്ച് 12 വരെ സമയം നൽകിയിട്ടുണ്ട്. ഈ സാങ്ഷൻ പാലിക്കുന്നതിന് വേണ്ടി അത് ഏർപ്പെടുത്തിയ ജനുവരി 10 മുൻപ് ബുക്ക് ചെയ്ത റഷ്യൻ കാർഗോകൾക്ക് മാത്രമേ ഇനി ഇവിടെ ഓയിൽ ഇറക്കാൻ അനുമതി നൽകൂ. ഇപ്പോൾ നിലവിൽ യാത്ര പുറപ്പെട്ടു തുടങ്ങിയ കാർഗോ ഷിപ്പുകൾക്ക് പ്രശ്നമില്ലാത്തതിനാൽ അടുത്ത 2 മാസത്തേക്ക് ഇതിൽ പ്രശ്നമുണ്ടാവില്ല എന്നും ഗവൺമെന്റ് ഒഫീഷ്യൽസ് കൂട്ടിച്ചേർത്തു. ബ്ലൂംബർഗിന്റെ ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് സാങ്ഷൻ നിലവിൽ വരുന്ന ഡേറ്റിന് മുൻപ് ട്രാൻസാക്ഷനുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ റിഫൈനറികൾ റഷ്യൻ ക്രൂഡിന് നൽകാനുള്ള പേയ്മെന്റുകൾ വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുകയാണ് എന്നാണ്. ഇനി ഇന്ത്യൻ മാധ്യമമായ ഗോദി മീഡിയ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയും കണ്ടോളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഓയിലിനെതിരെയുള്ള അമേരിക്കയുടെ പുതിയ സാങ്ഷനുകൾ ഇന്ത്യയെ വളരെ സാരമായി ബാധിക്കും എന്നാണ്. റോയിറ്റേഴ്സിൽ തന്നെ വന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ചൈനയും അമേരിക്ക റഷ്യൻ ഓയിൽമേൽ ചുമത്തിയ പുതിയ സാങ്ഷനുകളുടെ വെളിച്ചത്തിൽ പുതിയ സപ്ലയേഴ്സിനെ തേടുകയാണ്. ചൈനയിൽ നിന്നുള്ള വ്യാപാര സോഴ്സുകൾ പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള ഓയിൽ എക്സ്പോർട്ടുകൾക്ക് അമേരിക്കയുടെ പുതിയ സാങ്ഷൻ വളരെ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന്. ഇത് ബ്ലൂംബർഗിൽ വന്ന മറ്റൊരു വാർത്ത. അമേരിക്ക സാങ്ഷൻ ചെയ്ത ഓയിൽ ടാങ്കേഴ്സ് ഇന്ത്യ നിരസിക്കുമെന്ന്. അതിൽ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അമേരിക്കയുടെ നടപടികൾക്ക് ലോക എണ്ണ മാർക്കറ്റിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഇതെന്ന്. അതേ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബിസിനസ് മാധ്യമമായ എക്കണോമിക്സ് ടൈംസിൽ അതേപടി കൊടുത്തിരിക്കുന്നതാണ് ഇത്. അമേരിക്കൻ മാധ്യമമായ ഫോർബ്സിൽ വന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഓയിൽ ടാങ്കേഴ്സ് ഡെലിവറി ചെയ്യുന്ന ഓയിലുകൾ ഇന്ത്യ സ്വീകരിക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്ന്. പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രൈവറ്റും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് നടത്തുന്ന കമ്പനികളും അമേരിക്ക സാങ്ഷൻ ചെയ്തിരിക്കുന്ന ടാങ്കറുകൾ ഡെലിവർ ചെയ്യുന്ന ഓയിൽ സ്വീകരിക്കുന്നത് നിർത്തി. അതുപോലെ എല്ലാ കപ്പലുകളും വിശദമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുകയുമാണ് ഇത് സാങ്ഷൻ ചെയ്ത ഏതെങ്കിലും കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വെസൽസ് അല്ലെന്ന്. ആ പേടി എത്രത്തോളമാണെന്ന് കണ്ടല്ലോ. വളരെ വിശദമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ഈ കമ്പനികൾ ഒന്നും സാങ്ഷൻ ചെയ്ത കമ്പനികളുമായി ബന്ധമുള്ളതല്ല എന്ന്. റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാണ് ഇന്ത്യ. ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ റഷ്യ എണ്ണ വാങ്ങിക്കുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന നമ്പർ 1 രാജ്യം റഷ്യയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ വിദേശങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായിട്ടും ഇതുവരെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് അതിൽ ബഹുഭൂരിപക്ഷവും യൂറോപ്പിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തിരുന്നത്. അങ്ങനെ ചീപ്പ് റഷ്യൻ ഓയിൽ വാങ്ങി തഴച്ചു വളരുകയായിരുന്നു അദാനിയും അംബാനിയും. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളാകട്ടെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ക്രൂഡ് ഓയിലിൽ നിന്നുണ്ടാക്കിയ പെട്രോളിനും ഡീസലിനും വലിയ വില കൊടുത്ത്
വീണ്ടും വീണ്ടും അദാനിയെയും അംബാനിയെയും പണക്കാരാക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതുവരെയും സമ്മർദ്ദമുണ്ടായിട്ടും റഷ്യൻ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യ ഈ പുതിയ അമേരിക്കൻ സാങ്ഷനുകളുടെ വെളിച്ചത്തിൽ അത് ഉടനെ തന്നെ പേടിച്ചു വിറച്ച് നിർത്തലാക്കാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. മോദിക്ക് തന്റെ ബോസായ, തന്റെ ഫിനാൻസറായ അദാനിയെ എങ്ങനെയും അമേരിക്കയുടെ നടപടിയിൽ നിന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി ഇന്ത്യക്കാരെ മുഴുവനും ബലികൊടുത്ത് അമേരിക്കയുടെ കാൽക്കൽ വീഴുകയാണ് 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദി. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ ദുരിതം വീണ്ടും കൂടും. A sense of leadership, a passion for America, a concern for every American, a belief in American future and a strong resolve to make America great again. And he has already made the American economy strong again. He has achieved much for the United States and for the world. Friends, we in India have connected well with President Trump. The words of candidate Trump, ab ki baar Trump sarkar. വില കുറഞ്ഞ റഷ്യൻ ഓയിൽ വാങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ കൂടിയ വിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങേണ്ടി വരും. അങ്ങനെ ലാഭത്തിൽ ഉണ്ടാകുന്ന കുറവ് അദാനിയും അംബാനിയും വഹിക്കാൻ പോകുന്നില്ല. പകരം മോദിക്ക് ഭരണത്തിൽ തുടരുന്നതിനു വേണ്ടിയും ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നതിനു വേണ്ടിയും സംസ്ഥാന ഗവൺമെന്റുകളെ വിലയ്ക്ക് വാങ്ങുന്നതിനു വേണ്ടിയും ഇന്ത്യയിലെ ജനങ്ങൾ എണ്ണയ്ക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും. എണ്ണയ്ക്ക് പണം കൂടുതൽ നൽകേണ്ടി വരുമ്പോൾ ഓൾറെഡി സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിഞ്ഞമരുന്ന ഇന്ത്യയിലെ മധ്യവർഗവും പാവപ്പെട്ടവരും എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും കൂടുതൽ വില നൽകേണ്ടി വരും. അതുവഴി ഇൻഫ്ലേഷൻ വീണ്ടും ഉയരും. ജനങ്ങളുടെ ദുരിതം വീണ്ടും വർദ്ധിക്കും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്ന എണ്ണ അതേ കുറഞ്ഞ വിലയ്ക്കല്ല ജനങ്ങൾക്ക് നൽകുന്നത്. പകരം അത് അംബാനിയുടെയും അദാനിയുടെയും ലാഭം കൂട്ടാനും അതുവഴി മോദിയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് ഉപകരിക്കുന്നത്. President of the United States of America, Mr. Donald Trump. ആ എണ്ണയ്ക്ക് വില കൂടുതൽ കൊടുക്കേണ്ടി വരുമ്പോൾ അവർ നേരിട്ട് അത് ജനങ്ങളുടെ മണ്ടയ്ക്ക് തന്നെ വെച്ചു കൊടുക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. മോദിയുടെയും കൂട്ടരുടെയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുകയും മണ്ടത്തരം മാത്രം വിളിച്ചു പറയുകയും ചെയ്യുന്ന മന്ദഭക്തർക്ക് അമേരിക്കയുടെ മുന്നിൽ ലേലു വല്ലു ലേലു വല്ലു എന്ന് പറഞ്ഞ് മുട്ടുമടക്കിയ ഇതുപോലെ ശക്തനായ മോദിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ മതഭ്രാന്തിന് ഒരു സുഖം കിട്ടുന്നതിന് വേണ്ടി ഇനിയും മോദി ശക്തനാണ് എന്ന് എഴുതാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടാകുമോ? ഇല്ല അല്ലേ?